ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും ഹലവും. അപ്പോൾ ഗൈസ്, ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നോക്കാം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു പ്ലാൻ ചെയ്തു, സൺഡേ ഒരു ഔട്ടിങ് പോയാലോ എന്ന് ഫാമിലി ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടില്ലേ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് ഒരു പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കുണ്ട്, ബാബുജി പാർക്ക്. ഓക്കെ, അപ്പോൾ പിള്ളേർക്ക് ഒരു രസാവില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, എന്നതുമായി നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിതാ പോകുന്ന വഴിയൊക്കെ ഒന്ന് വീടെടുത്തതാട്ടോ. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു അമ്പലം കണ്ടു, അപ്പോൾ അതിന് നമ്മൾ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അതിമനോഹരമായ ഗ്രാമ കാഴ്ചകൾ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ശ്രീകൃഷ്ണപുരം എത്തി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ എത്തും. അപ്പോൾ ദേ ഫൈനൽ നമ്മൾ എത്തി ഗൈസ്, എത്തി. ദേ ചേച്ചി കുട്ടികളൊക്കെ ഇറങ്ങി, അമ്മയ്ക്ക് ഇറങ്ങി. ഓക്കെ, അങ്ങനെ ഞങ്ങളും എത്തി. ഓക്കെ, ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട്. കണ്ടില്ലേ അപ്പൂച്ചിയും കുട്ടിയും കൂടെ എന്തൊക്കെയാ പറയുക, ഭയങ്കര വർത്തമാനത്തിലെ രണ്ടാളും കൂടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളതേ പോവാണ് കേട്ടോ. ഹായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് പോവാണ്. ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ക്യാമറമാനെ കാണാനില്ല ടിക്കറ്റ് എടുക്കാനായിട്ട്. ഞങ്ങൾ അവിടെ വെയിറ്റ് അടിച്ച് നിൽക്കുകയാണ്. എങ്ങനെ പൈസ ഒക്കെ എടുത്ത് ഓക്കെ, ഇതാണ് കൗണ്ടർ കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ പൂവാണ്. അപ്പോൾ ഗൈസ് നോക്കിയൊക്കെ അവിടെ പോയപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു. അപ്പോൾ ഇത്ര ദിവസം പൂക്കളിട്ടിട്ട് പൂക്കളെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ പാർക്ക്. കണ്ടില്ലേ ഇവിടെ ഗാന്ധി ചെക്കുപ്പിനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് റൈറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. വെള്ളത്തിൽ ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് കയറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഒരു ബോട്ടിങ്, ചെറിയ കുട്ടികൾക്ക് പറ്റിയത്. പിന്നെ അങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ ഊഞ്ഞാൽ കണ്ടപ്പോൾ ചാടി കയറി ഇരിക്കാൻ കേട്ടോ കുക്കും ചാച്ചയും കൂടെ. കണ്ടില്ലേ അതിലിരുന്ന് നല്ല ഗംഭീര ആട്ടായിരുന്നു. അത് കുക്കുവിന് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ. കുക്കുവിന് ആകെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ, ഊഞ്ഞാല്. ചാച്ചി നല്ല തകൃതായിട്ട് കണ്ടില്ലേ ആടിക്കൊണ്ടിരിക്കുക. ചാച്ചുവിന് സ്കൂളിലെ പാർക്കിലൊക്കെ കുറച്ച് കയറിയതുകൊണ്ട് അവന് കുറച്ചൊരു കുഴപ്പമില്ല. പക്ഷെ കുക്കുവിന് ഭയങ്കര പേടിയായിരുന്നു എല്ലാത്തിലും കയറിയിരിക്കാനായിട്ട് കേട്ടോ. ഊഞ്ഞാലിന് ഇറങ്ങണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നൊക്കെ അവൻ പറയണത്. പിന്നെ കുറച്ച് നേരം ആടി അവിടെ വേറെ കുട്ടികളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ടില്ലേ ഡോൾഫിൻ. പിന്നെ അങ്ങനെ കുറേ മീൻ, പക്ഷി, താറാവിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ കയറി ഇരുന്നിട്ട് ഓടടാന്ന് പറയുമ്പോൾ അവന് പേടിയായിട്ടാവും നിൽക്കണം. അപ്പോൾ ചാച്ച ഉണ്ടല്ലേ ഇരുന്ന് കളിക്കുന്നുണ്ട് അതിൽ. കുൻ്റെ നോട്ടം, ചാച്ചയോട്ടെ കയറിയില്ല എനിക്ക് കയറണം എന്നൊക്കെ. അപ്പോൾ അത് കുക്കു അതിലിരിക്കുന്നില്ല കേട്ടോ. പക്ഷെ കുക്കും മീനും നല്ല മാച്ചിങ് ആയിട്ടുണ്ട് അല്ലേ. കുക്കു അതിലിരിക്കുന്നില്ല. ചാച്ചൻ കുക്കുവിനെ അപ്പുറത്തുകൊണ്ടിരുത്തി. അതും അവനെ വേണ്ട, ഇനി നോക്കിക്കോട്ടെ ഗൈസ്. ചാച്ചോട്ട പിറമെ അത് കഴിഞ്ഞിട്ട് അവൻ അതിൽ കയറ്റിയിരുത്തിയപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൂസ് അതിപ്പോൾ പൊട്ടുന്നൊക്കെ അങ്ങനെ അവനിരുത്തി. അവനെ കാണാനില്ല അതിലിരുത്തിയപ്പോൾ, പക്ഷെ അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വട്ടമൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടില്ലേ, അതവന് ഭയങ്കര ഇഷ്ടം. ഡിങ് 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 ഡിങ്. പിന്നെ അവിടെ 3D ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 3D 60D സിനിമാസൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൽ കയറിയതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തതിൽ പോയിട്ടോ സീസോല് കയറിയപ്പോൾ സീസോയിൽ ഇരിക്കാൻ അവർക്ക് പേടി. ചേച്ചി അനിയനുമായി സീസോ
അപ്പോൾ കുക്കുവിനെ കുറച്ച് നേരം ഇരുത്തി, അവന് മതിയായി. നല്ല രസമുണ്ടല്ലേ കുട്ടികളെ കാണിക്കുന്ന കാണാനായിട്ട്. അവർ രണ്ടാളും മൂന്നാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നലെ പാർക്ക് രാവിലെ തുടങ്ങിയതാണ്, പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. അവർ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളത് പോകുന്ന അവിടെ എത്തുന്നവരെ. പിന്നെ അവിടെ എത്തിയപ്പോൾ അവർ പിന്നെ അതിനെക്കാട്ടിലും ഹാപ്പി, ഡബിൾ ഹാപ്പി. ഇത് അടുത്ത റൈഡ് കേട്ടോ. ഇതിൽ നമ്മൾ കയറ്റിയിരുത്തിയപ്പോൾ അവന് ചെറുതായിട്ടൊരു പേടി. അപ്പം അങ്ങനെ കേട്ടോ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് പിന്നെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടയും കൂടെ വന്നപ്പോൾ സെറ്റായി കേട്ടോ. ഏട്ടയും കൂടെ വന്നപ്പോൾ സെറ്റായി. ഞങ്ങളത് കറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് അയ്യോ അബ്ബേ പേടിയാവുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഫേസൊക്കെ എക്സ്പ്രഷൻ മാറുന്നതുണ്ട്. അവൻ ഇറങ്ങണം എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ ആട്ടിയിട്ട് ഇറക്കി. കാണുന്നില്ല രസമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും കയറി ഇരിക്കാനൊക്കെ തോന്നി, പക്ഷെ കുട്ടികൾക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. അതിനതാ ഞങ്ങൾ വേറെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണേ. ഉള്ളിൽ വേറെ കുറേ റൈഡ്സും ആ ഒരു സംഭവത്തിലൊക്കെ കയറാൻ പോവാണ്. ഇവിടെ കുറേ ജിം അടിക്കുന്ന സംഭവങ്ങൾ, എന്തൊക്കെ കുറേ സംഭവങ്ങൾ അതിലൊക്കെ അവർ കയറി ഇതാവുന്നുണ്ട്. ഇതിപ്പോൾ കാണിച്ചതാ. ജിമ്മിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി തരാനൊക്കെ. ഇപ്പോൾ കുക്കുവിന് അതിൽ കയറിയിരിക്കണം, പക്ഷെ അവിടെ നേരം നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സൺഡേ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ ഗൈസ് നമ്മളിത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ അങ്ങോട്ട് പോകണം എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ വേറെ ഇതെടുക്കണേ. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നമ്മൾ പോവാം കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റൊക്കെ വാങ്ങി. രണ്ട് ഓക്കെ. നമ്മൾ ബാക്കി ക്യാഷൊക്കെ വാങ്ങിയതാ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ചെടികൾ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കോഴിച്ചൂട്ട സംതിങ്, നല്ല റെഡ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ടില്ല ഗൈസ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇതിലൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം കേട്ടോ. പക്ഷേ കുക്കൂസിന് ഭയങ്കര പേടിയായതുകൊണ്ട് അപ്പയിച്ച് പിടിച്ച് കയറ്റുന്നൊക്കുന്നുണ്ട്. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ടില്ലേ, അമ്മേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അവന് ഇരിക്കുന്നില്ല ഗൈസ്. ഏട്ട കാണിക്കാൻ രണ്ടാളും കൂടിയിട്ടാണ് വരുന്നത്, എന്താവണാവും. ദേ പോണു കുക്കു അപ്പയിച്ച്. ഇത് അടുത്ത റൗണ്ടിനായിട്ട് വരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് പേടിക്കണ്ട വാ കുക്കൂസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവന് പേടിട്ടു. ഓക്കെ, അങ്ങനെ ഇതാ കണ്ടില്ല, ഈ റൈഡിൽ കൂടെ രണ്ടാളും കൂടെ വന്നിട്ട് പേടിച്ച് കരഞ്ഞിരിക്കാൻ കേട്ടോ. കുക്കു അങ്ങനെ എൻ്റെ അടുത്ത് കൂടി. ചാച്ചുവിനെ കുറച്ച് ഇഷ്ടമായിരുന്നു, അവനതാ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കുക്കു അച്ഛ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛ വന്നു കേട്ടോ. അച്ഛ വന്നിട്ട് അച്ഛ ഇരുത്താണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അച്ഛ ഇരുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. 100 റൗണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത റൗണ്ട്. അങ്ങനെ ഇത് അടുത്ത റൗണ്ട്. അങ്ങനെ 3 റൗണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് കുട്ടികളുടെ വീക്കാലായിട്ട്. അങ്ങനെ കണ്ടില്ലേ ഗൈസ്, അവനൊന്നിനും കയറണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ. ഇനി അവസാനം അതിൽ കുറച്ച് ചാടി കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ കയറാന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അതും നമുക്ക് കണ്ടറിയാം. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പൂസ് എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു കേട്ടോ.
ഇതാണ്ടില്ലേ വരുന്നു. അങ്ങനെ ചാച്ചു അപ്പം കയറി. ഇവൻ അനങ്ങുന്നില്ല കേട്ടോ. കേരടാന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല. അങ്ങനെ ടിക്കറ്റിന്റെ കാശ് വെറുതെ, കേസ് വെറുതെ. കണ്ടില്ല, അവിടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. സൺഡേ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്യണേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേ കിടക്കണം അപ്പു. അപ്പൊ അതേ കുക്കുവിന്റെ അച്ഛ എന്തൊക്കെ പറഞ്ഞ് ഷോപ്പിംഗ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്താവും നോക്കാം. അച്ഛ എനിക്ക് വയ്യ, പേടി പേടി, അച്ഛ വാന്നൊക്കെ പറയാണ്. അങ്ങനെ അതാ ഒരു റൗണ്ട്. അച്ഛനുള്ളത് കൊണ്ട് പിന്നെയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതിൽ വാന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. യെസ്, അവന് കൈസ് ഒരു പ്രത്യേക സ്വഭാവമാണ്. റൈറ്റ്സിലൊന്നും ആരും പാടില്ല, അവന് മാത്രമേ കളിക്കാൻ പാടുള്ളൂ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ അതിൽ കയറില്ല. ഇതിൽ കണ്ടില്ലേ, ആരും ഇല്ല. അപ്പം അവൻ ഭയങ്കരമായിട്ട് കളിയാണ്. പിന്നെ അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് അവൻ ഡബിൾ ഹാപ്പി. നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പൂക്കൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ കണ്ടില്ലേ, പുറത്തേക്ക് വന്നിട്ട് അവൻ എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛയും കുട്ടിയും കൂടെ നടന്ന് വീഡിയോ ചെയ്യാൻ പോയിരിക്കുകയാണ്. വാ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുക്കുത ഗാന്ധിജി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ കേട്ടോ. ഇവിടെ സൈക്കിളിൽ എന്തൊക്കെയോ ഒരു റൈഡ് ഉണ്ട്. കണ്ടില്ല, ഒറ്റയ്ക്കാകുമ്പോൾ കിടന്ന് തുള്ളുന്നുണ്ടല്ലേ, വികൃതി. ആരും ഇല്ലാത്തടത്ത് ഭയങ്കര വില്ലനാട്ടോ. ഈശ്വര, വീഴ്. എന്തൊക്കെ എത്തോ, ജിം അടിക്കാണ് ജിം. അച്ഛൻ്റെ പോലെ ജിം ഭ്രാന്തനാണ്. അവിടെ വന്നിട്ട് ജിം അടിക്കാനാണ്. 1 2. എനിക്ക് വയ്യ, അച്ഛനെ ക്ഷീണിച്ചു നോക്കി. നിർത്തിയിട്ടില്ല കേട്ടോ. അതാ പിന്നെയും ജിം അടിക്കാനേ. വികൃതി. ഓട്ടം. ഒറ്റയ്ക്ക് ഇവിടുന്ന് അതുവരെ ഇത് കൂടെ തന്നെ നടന്ന് പോരുണ്ടാവും. ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ പാർക്ക്? കമൻറ്റ് ചെയ്യട്ടോ. സൺഡേ ആയിട്ട് എല്ലാവരും എന്തൊക്കെയായിരുന്നു പരിപാടി? പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ പോയോ? എന്തൊക്കെയായിരുന്നു? കമൻറ്റ് ചെയ്യോ. അങ്ങനെ ഒരു റൗണ്ട് നടന്ന് വന്ന് അവിടെ എത്തി. ഇതുണ്ടല്ലോ, ഇനി അടുത്ത ഇതിലേക്ക് ചാടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം ചാടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷെ അത് നമുക്ക് വേസ്റ്റായി ഗൈസ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ തള്ളി അവരെ കയറ്റി അതിനകത്തേക്ക്. പക്ഷെ ഒരു രക്ഷയില്ല, കണ്ടില്ലേ. അങ്ങനെ ചാച്ചോട്ട് ഒരു റൗണ്ടൊക്കെ പോയി. അപ്പോഴത്തേക്ക് വേറെ കുട്ടികളെ ചടന്ന് കണ്ടപ്പോൾ അവൻ പേടിച്ചതേ പോരുന്നുണ്ട്. ഇതെന്ത് തവളച്ചാട്ടോ, കണ്ടില്ല. ഞാൻ അച്ഛൻ പിടിച്ചിട്ട് ഫ്രണ്ടിൽ അവിടെ നിന്നു. അച്ഛൻ ഭയങ്കര സെറ്റാണ്, പക്ഷെ നമുക്ക് അതിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. ചാച്ചോട്ടിന് സെറ്റ്. അങ്ങനെ അത് അച്ഛൻ്റെ തോളത്ത് കയറി. അതിൻ്റെ അവിടെ അപ്പൂസ് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെന്തൊക്കെയാണ് ചെയ്ത് പിടിച്ച് കറക്കുന്നൊക്കെ ഉണ്ട്, കാറെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇച്ചിരി കാര്യം വരുന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൂസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം അത് പോയി ചെയ്താലോ എന്നൊക്കെ.
അഴിഞ്ഞാനും പോയി അത് ചെയ്യണം കേട്ടോ. കണ്ടുള്ളൂ ഗൈസ്, ഇതെന്തോ സംഭവം. നല്ല രസത്തായിരുന്നു ഇപ്പോൾ അതിൽ കിടന്നതിനെ അണിഞ്ഞാനായിട്ട്. അത് നിറങ്ങിയപ്പോൾ എൻ്റെ കാല് വീണ്ടും അതേപോലെ ഷെയ്ക്കാവുക ഗൈസ്. കുസൃത അടുത്ത ജിമ്മ്. അതിന് കുക്കൂസ് അവിടെ എന്തൊക്കെയാണ് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അവന് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാന്ന് വെച്ച് പോകണം. അതിന് നമുക്കൊരു ചടങ്ങാണല്ലോ. സിറ്റിക്ക് പോയാൽ പോപ്കോൺ, പാർക്കിലേക്ക് പോയി ഐസ്ക്രീമൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കൊതിയും കണ്ടില്ല, കിട്ടാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കണ്ടില്ല. അങ്ങനെ കഴിച്ചു. ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇവിടെ എല്ലാവരും കഴിഞ്ഞു കേട്ടോ, കുക്കുവിൻ്റെ മാത്രം കഴിഞ്ഞിട്ടില്ല. കുക്കു നമ്മൾ വണ്ടിയിലിരുന്നിട്ടും കഴിക്കായിരുന്നു. നമ്മൾ ഇറങ്ങിട്ടോ, അപ്പോഴത്തേക്ക് ഇരുട്ടായി. നമ്മളിപ്പോൾ ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. Thanks for watching our channel. All of you guys. Okay, bye. Thanks for watching.